എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ എന്നുള്ളതാണ്. ഒരുപാട് എഫേർട്ട് ഇട്ടു, പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടും എന്നൊക്കെ പറയുന്നത് വെറുതെ ആണോ? പിന്നെ നിങ്ങൾ ആ ചാനലിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യൂട്യൂബ് റിലേറ്റഡ് കണ്ടന്റ് ഇടുന്ന മിക്ക യൂട്യൂബേഴ്സും പറയുന്ന ഒരു കാര്യമാണ് ഡെയിലി ഷോർട്ട് വീഡിയോസ് ചെയ്യുക. ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസും കൂടും, ഗ്രാജുവലി സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്തിട്ടും നിങ്ങളുടെ ചാനലിൽ യാതൊരു വിധമായ മാറ്റം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ എന്നുള്ളതാണ്. ഇനി ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുന്നത് ചാനലിൽ വ്യൂസ് കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടും എന്നൊക്കെ പറയുന്നത് വെറുതെ ആണോ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുന്നത് നല്ലതാണോ, എന്തൊക്കെ കാര്യങ്ങളും ഉണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടാത്തത്, ഇനി ചാനലിൻ്റെതായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ളതാണ്. വീഡിയോ പുതിയ യൂട്യൂബേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചാനലിൽ വ്യൂസ് വരാത്തതിനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ചാനൽ എന്ന് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ പല ടിപ്സും ഫോളോ ചെയ്തു, നിങ്ങളുടെ ചാനലിൽ യാതൊരുമായ മാറ്റവും ഉണ്ടാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടു, പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ എന്ന് ചാനൽ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്തത് ഒരുപക്ഷെ 1 ഇയർ ആയിട്ടുള്ളതായിരിക്കാം. പക്ഷേ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിക്കുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് അല്ല, അതിനു മുമ്പ് വേറെ ഏതോ ഒരു ഡേറ്റ് ആണ് നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ എൻ്റെ ചാനലും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ചാനലും വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കാം എന്നാണ്. പക്ഷേ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു, പേഴ്സണലായിട്ടും നമ്മുടെ ചാനലിലെ വീഡിയോയുടെ അടിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, അവരും ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ഒക്കെ ആയിട്ടുള്ളൂ, ഒരു 2 ഇയറിനകത്തേ ആയിട്ടുള്ളൂ. പക്ഷേ അവരുടെ ചാനലിലും ജോയിനിങ് ഡേറ്റ് കാണിക്കുന്നത് പഴയ ഏതോ, അവർക്ക് പോലും അറിയാത്ത ഏതോ ഒരു ഡേറ്റ് ആണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്റെ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നിങ്ങളും നിങ്ങളുടെ ചാനലിലെ ഏത് ഡേറ്റ് ആണ് ജോയിനിങ് ഡേറ്റ് ആയിട്ട് കാണിക്കുന്നത് എന്നുള്ളത് പ്രൊഫൈലിൽ പോയിട്ട് ഉറപ്പായിട്ട് നോക്കുക. നിങ്ങൾ എന്തൊക്കെ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളുടെ ചാനലിൽ കയറി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കാരണം ഇതായിരിക്കാം. അങ്ങനെ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ ചാനലിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. നിങ്ങൾ ഫ്രഷ് ആയിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഐ ബട്ടണിലും എൻ സ്ക്രീനിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം. ആ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഷോർട്ട് വീഡിയോസ് എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചാനലിൽ നല്ല വ്യൂസ് കിട്ടും എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പുതിയ ആൾക്കാർക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. രണ്ടാമതായിട്ടുള്ള കാര്യമാണ് ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുന്നത്. ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുന്നത് നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസും ഗ്രാജുവലി സബ്സ്ക്രൈബേഴ്സും കൂടുമെന്നുള്ളത്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടും. പക്ഷേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഡെയിലി ഇടാൻ ശ്രമിക്കുക. 2-3 ഷോർട്ട് വീഡിയോ ഇടുക എന്നാണ് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം വീഡിയോയുടെ ക്വാളിറ്റി മിസ്സാക്കാതിരിക്കുക. നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇടേണ്ട സമയമായ ഷോർട്ട് വീഡിയോ ഇടണം എന്നുള്ള രീതിയിൽ കണ്ണിൽ കാണുന്ന എല്ലായിടത്തും വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി മോശമായിരിക്കും. നിങ്ങളുടെ വ്യൂവേഴ്സ് സ്കിപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും എടുത്ത് വീഡിയോ ആക്കാതെ ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തമ്പനയിലും ടൈറ്റിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. തമ്പനയിലും ടൈറ്റിലും ഒരു കാരണവശാലും മിസ്സാക്കാതിരിക്കുക. ഇതിനു മുമ്പ് എന്റെ ചാനലിൽ തന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്, അവരെന്തൊക്കെ ചെയ്തിട്ടും വ്യൂസ് കയറുന്നില്ല എന്നുള്ളത്. അവരൊക്കെ ചാനലിൽ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അവരുടെ തമ്പനയിലും ടൈറ്റിലും ഒന്നും ഒരു കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വ്യൂസ് കയറത്തുള്ളൂ. തമ്പനയിലൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ അത് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പം ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മൂന്നാമതായിട്ടുള്ള കാര്യമാണ് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ്. ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ചാനലിൽ ചെയ്യാം, പക്ഷേ മറ്റുള്ളവർ ട്രെൻഡിങ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടായിരിക്കും നിങ്ങൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ തന്നെ കോപ്പി വേർഷൻ ചെയ്യാതെ നിങ്ങളുടേതായ രീതിയിൽ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റും കൂടെ അത് ആഡ് ചെയ്യുക. അതിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള വേർഷൻ വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ വീഡിയോ ട്രെൻഡിങ്ങിൽ പോയത്. ആ സെയിം വീഡിയോ തന്നെ കോപ്പി ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സ് അതിന്റെ ബെസ്റ്റ് വേർഷൻ കണ്ടു കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് യുണീക്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വ്യൂവേഴ്സിനെ നിങ്ങളുടെ വീഡിയോയിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ.
അതോടൊപ്പം തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, നിങ്ങൾ ഒരുപാട് വലിയ യൂട്യൂബേഴ്സിന്റെ ഒക്കെ ചാനലിൽ പോയി സെയിം വീഡിയോ ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് എത്രത്തോളം സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. എന്നാൽ നിങ്ങളുടെ കണ്ടന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ചാനലിൽ ചെന്നിട്ട്, അതും ഒരു 20,000 സബ്സ്ക്രൈബേഴ്സിന് അകത്തുള്ള ആൾക്കാരുടെ ചാനലിൽ ചെന്നിട്ട് അവര് വൈറലാക്കിയിട്ടുള്ള അവരുടെ ചാനലിൽ ട്രെൻഡിങ് ആയ ആ വീഡിയോ എടുത്ത് ഇൻസ്പയർ ചെയ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ട്രെൻഡിങ് ആവാനുള്ള സാധ്യത 90% ആണ്. ഇനി നാലാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മിക്സഡ് കണ്ടന്റിന്റെ കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു എയിം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുക. അല്ലാതെ നിങ്ങൾ മിക്സഡ് ആയിട്ടുള്ള ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അൽഗോരിതത്തിനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യൂവേഴ്സിനും കൺഫ്യൂസ് ആവും. നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയിട്ട് നിങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം നിങ്ങളുടെ വ്യൂവേഴ്സ് ആ വീഡിയോ കണ്ടിട്ട് പോയി, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് റെക്കമെൻഡേഷന് വരുമ്പോൾ അവർ റിപ്പീറ്റഡ് ആയിട്ട് കാണുകയും അപ്പോൾ അവർക്ക് നിങ്ങളുടെ ചാനലിൽ ഒന്ന് കയറി നോക്കാനും അത് സബ്സ്ക്രൈബ് ചെയ്യാനും തോന്നുകയും ചെയ്യും. നിങ്ങൾ മിക്സഡ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടത്തില്ല, അതോടൊപ്പം തന്നെ വ്യൂസ് ഇൻക്രീസ് ചെയ്യത്തുമില്ല. മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ ചാനൽ എന്ന് ക്രിയേറ്റ് ചെയ്തു, ഡെയിലി ഷോർട്ട് വീഡിയോസ് എങ്ങനെ ഇടാം, മൂന്നാമതായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നാലാമതായിട്ട് മിക്സഡ് കണ്ടന്റിന്റെ കാര്യം. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് ആ രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.